ലണ്ടൻ ബ്രിഡ്ജിനോട് ചേർന്ന് തൂക്കുപാലവും RV പാർക്കിന്റെ നവീകരണവും ഒപ്പം പാലായെ ലഹരിമുക്തമാക്കുക എന്ന ലക്ഷ്യവുമായി പാലാ നഗരസഭയുടെ 2026-27 വർഷത്തെ ബജറ്റ് വൈസ് ചെയർപേഴ്സൺ മായ രാഹുൽ അവതരിപ്പിച്ചു. 72 കോടി 76 ലക്ഷം രൂപ വരും, 69 കോടി 39 ലക്ഷം രൂപ ചെലവും, 3 കോടി 36 ലക്ഷം രൂപ നീക്കിയും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത്. സാമ്പത്തിക പരിമിതികൾക്കിടയിലും പാലായുടെ സമഗ്ര വികസനമെന്ന ലക്ഷ്യവുമായി കാര്യക്ഷമവും ഗുണമേന്മയുള്ളതുമായ സേവനങ്ങൾ വിഭാവനം ചെയ്യുന്ന ബജറ്റാണ് പാലാ നഗരസഭ വൈസ് ചെയർപേഴ്സൺ മായ രാഹുൽ അവതരിപ്പിച്ചത്. ബജറ്റ് അവതരണ യോഗത്തിൽ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം അധ്യക്ഷയായിരുന്നു. 72 കോടി 76 ലക്ഷത്തി 31,603 രൂപ വരവും 69 കോടി 39 ലക്ഷത്തി 89,000 രൂപ ചെലവും 3 കോടി 36 ലക്ഷത്തി 42,603 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. പുതിയ ഭരണസമിതി ഏറെ പ്രതീക്ഷകളോടെ അവതരിപ്പിക്കുന്ന ലണ്ടൻ ബ്രിഡ്ജിനോട് ചേർന്ന തൂക്കുപാലത്ത് നഗരസഭാ ഫണ്ടിൽ നിന്നും 68 ലക്ഷം രൂപ അനുവദിച്ചു. MLA, MP ഫണ്ടുകൾ, കേന്ദ്ര സംസ്ഥാന സർക്കാർ ഫണ്ടുകളും ലഭ്യമാക്കി വിനോദസഞ്ചാര വികസനമാണ് ലക്ഷ്യമിടുന്നത്. RV പാർക്ക് നവീകരിച്ച് വ്യാപാരമേളകളും മറ്റും സംഘടിപ്പിക്കാനും ബജറ്റ് വിഭാവനം ചെയ്യുന്നുണ്ട്. നഗരസഭാ ഓഫീസ് കെട്ടിടത്തിൽ ലിഫ്റ്റ് സ്ഥാപിക്കുന്നതിന് 25 ലക്ഷം രൂപ വകയിരുത്തി. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം തടയാൻ ലഹരി വിമുക്ത പാല എന്ന ലക്ഷ്യവുമായി വിവിധ സംഘടനകളുടെയും വിദ്യാലയങ്ങളുടെയും പോലീസ്, എക്സൈസ് വകുപ്പുകളുടെയും സഹകരണത്തോടെ പദ്ധതി നടപ്പാക്കും. പാലായുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട വ്യക്തിത്വങ്ങളായ പാല നാരായണൻ നായർ, ജോർജ് തോമസ് കൊട്ടുകാപ്പള്ളി, ചെറിയാൻ ജെ കാപ്പൻ, RV തോമസ് എന്നിവരുടെയും വയലിൽ പിതാവിൻ്റെയും സ്മരണ നിലനിർത്താനുള്ള പ്രവർത്തനങ്ങളും ബജറ്റ് വിഭാവനം ചെയ്യുന്നു. കുടിവെള്ള വിതരണം, ശുചിത്വം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, സാമൂഹ്യക്ഷേമം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നു. അതോടൊപ്പം വരുമാന വർധനവും സാമ്പത്തിക നിയന്ത്രണവും ഉറപ്പാക്കുന്ന ശക്തമായ നടപടികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നഗരവാസികൾക്ക് കൂടുതൽ കാര്യക്ഷമവും ഗുണമേന്മയുള്ളതുമായ സേവനങ്ങൾ നൽകുകയും പാലായുടെ സമഗ്ര പുരോഗതി ഉറപ്പാക്കുകയും ചെയ്യുകയാണ് ഈ ബഡ്ജറ്റിന്റെ ലക്ഷ്യം. അടിസ്ഥാന സൗകര്യ വികസനം, ജനറൽ ആശുപത്രി, ആയുർവേദ ആശുപത്രി വികസനം, സ്റ്റേഡിയം നവീകരണം എന്നിവയെല്ലാം നഗരസഭാ ഫണ്ടും MLA ഫണ്ടും പ്രയോജനപ്പെടുത്തി പദ്ധതികൾ നടപ്പാക്കും. ചിൽഡ്രൻസ് പാർക്കിൽ കുമാരനാശാന്റെ പ്രതിമ സ്ഥാപിക്കാൻ 16 ലക്ഷം രൂപ വകയിരുത്തി. കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി അമൃത് പദ്ധതിയുടെ ഭാഗമായി 4 കോടി 30 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. 4 പ്രതിപക്ഷ അംഗങ്ങളും വൈസ് ചെയർപേഴ്സൺ മായ രാഹുലും ഉൾപ്പെട്ട ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് തയ്യാറാക്കിയ ബജറ്റിനെ സ്വാഗതം ചെയ്യുന്നതായി പ്രതിപക്ഷ നേതാവ് ബിജു പാലുപ്പടവൻ പറഞ്ഞു. ബജറ്റ് നിർദ്ദേശങ്ങളിൽ എതിർപ്പില്ലെങ്കിലും ആശുപത്രി വികസനത്തിലടക്കം ഫണ്ടുകൾ അനുവദിച്ച പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്ന ജോസ് കെ മാണിയുടെ പേര് പരാമർശിച്ചില്ലെന്ന പരാതി മാത്രമാണ് ഉള്ളതെന്നും ബിജു പാലുപ്പടവൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പൂർണ്ണമായിട്ട് ഈ ബഡ്ജറ്റിനെ സ്വാഗതം ചെയ്യാം. ഒരു പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും പ്രതിപക്ഷം ഒരു ബഡ്ജറ്റിനെ സ്വാഗതം ചെയ്യുന്നത്. പൂർണ്ണമായിട്ടും ബഡ്ജറ്റിനെ സ്വാഗതം ചെയ്യുക. പിന്നെ ഇതിൻ്റെ അകത്ത് അവർ എഴുതുന്നതിനകത്ത് നമുക്ക് ഇടപെടാൻ പറ്റില്ല. എഴുതുന്നതിൻ്റെ അകത്ത് അവർ ചില അല്പത്തങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്താ ഒരു ഇലക്ഷൻ പ്രചരണത്തിൽ MLA കണ്ടുവാരം പൊക്കി. അത് ഞങ്ങൾക്ക് തെറ്റൊന്നുമില്ല. MLA സഹകരണം കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങൾ ബഡ്ജറ്റ് ചെയ്തപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ജോസ് കെ മാണി MP ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് അറിയാവുന്നത്. കെ മാണി ക്യാൻസർ സെൻ്ററിന് അദ്ദേഹം 2 കോടി 45 ലക്ഷം രൂപ കൊടുത്തു. പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് കൊടുത്തു. ആ കൊടുത്തതിൻ്റെ പേരിലാണ് അവിടെ ആ ഒരു സൗധം അവിടെ പൊങ്ങി വരുന്നത്. അത് കെട്ടിടം നിർമ്മിച്ചാൽ മാത്രമേ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അത് ചെയ്തു. അദ്ദേഹം MLA അല്ലായതുകൊണ്ട് പോലും ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അത് ഇവിടെ ഒന്നും പരാമർശിച്ചില്ല. അത് അവരുടെ സങ്കുചിത മനോഭാവം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ എന്നെ കുറ്റപ്പെടുന്നില്ല, അതിനെ അതുകൊണ്ട് ബാധമാക്കാനുമില്ല. അപ്പോൾ അതുകൊണ്ട് ഏത് തരത്തിൽ നോക്കിയാലും ഈ ബഡ്ജറ്റിനെ ഞങ്ങൾ അംഗീകരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം ബഡ്ജറ്റിനെ കുറിച്ചുള്ള ചർച്ചകളും നടന്നു. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.